അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ ദീനീ പഠിതാക്കളെ, ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണല്ലോ റമളാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത്. ആ നോമ്പ് നോൽക്കുന്ന സന്ദർഭത്തിൽ അത് സ്വീകാര്യമായി തീരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും നോമ്പിൻ്റെ ശുറൂത്തുകളും അർക്കാനുകളും തന്നെയാണ്. ഏതൊരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അതിന് ചില ശുറൂത്തുകൾ, നിബന്ധനകളുണ്ട്. അർക്കാനുകൾ, ചില സ്തംഭങ്ങളുമുണ്ട്. ആ ശുറൂത്തുകൾ മനസ്സിലാക്കി, അർക്കാനുകൾ മനസ്സിലാക്കി യഥാർത്ഥ രൂപത്തിൽ അത് സൂക്ഷിക്കുമ്പോൾ മാത്രമാണ്, അത് പാലിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. നോമ്പിൻ്റെ ശുറൂത്തുകൾ എന്തെല്ലാമാണ് എന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് രൂപത്തിലാണ് നോമ്പിൻ്റെ ഷർത്തുകളുള്ളത്. ഒന്ന് ഷുറൂത്തു വുജൂബി സിയാം എന്ന് പറയും, അഥവാ നോമ്പ് ഒരാളുടെ മേൽ നിർബന്ധമാകാനുള്ള നിബന്ധനകൾ. ഒരാളുടെ മേൽ നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ. രണ്ടാമത്തത് ഷുറൂത്തു സിഹത്തി സിയാം, നോമ്പ് സ്വീകാര്യമാകാനുള്ള നിബന്ധന. അപ്പോൾ നോമ്പ് ചിലപ്പോൾ നിർബന്ധമായിട്ടുണ്ടാവും അയാളുടെ മേൽ, എന്നാൽ അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണം. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് നോമ്പിൻ്റെ ഷർത്തുകളെ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഷുറൂത്തു വുജൂബി സിയാം, നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ്. അഥവാ ഒരാളുടെ മേൽ നോമ്പ് നിർബന്ധമാകാൻ, ഒരാൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമാകണമെങ്കിൽ അയാളുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട ഷർത്തുകൾ, നിബന്ധനകൾ എന്തെല്ലാമാണ് എന്നത്. ഒന്നാമത്തത് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം അല്ലാത്ത ഒരാളുടെ മേൽ നോമ്പ് നിർബന്ധം തന്നെയല്ല. അയാൾ നോമ്പ് നോറ്റാൽ സ്വീകരിക്കുകയല്ല വേറെ കാര്യം, എന്നാൽ അയാളുടെ മേൽ നോമ്പ് നിർബന്ധമാവുക തന്നെയില്ല. എന്താണ് തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെക്കുറിച്ച് പറഞ്ഞു, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാത്തുഹും. കാഫിരീങ്ങൾ അവരുടെ സ്വതക്കകൾ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ അത് സ്വീകരിക്കുവാൻ തടസ്സമൊന്നുമില്ല. തടസ്സമുള്ളത് എന്ത് മാത്രമാണ്? ഇല്ല അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചു എന്നത് മാത്രമാണ്. അപ്പോൾ അവർ അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചു, അതുകൊണ്ട് തന്നെ അവരുടെ നഫഖാത്തുകൾ, ദാനധർമ്മങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അപ്പോൾ ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരമാണ്. അതുപോലും സ്വീകരിക്കുകയില്ല എങ്കിൽ സ്വന്തത്തിന് വേണ്ടി ചെയ്യുന്ന ആരാധനാകർമ്മങ്ങൾ തീർച്ചയായും സ്വീകരിക്കുകയില്ല. അങ്ങനെയാണ് ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവെടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമതായിക്കൊണ്ട് അൽ അഖ്ലു, അഥവാ ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യൻ, ബുദ്ധി നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, ഭ്രാന്തൻ, അയാളുടെ മേൽ നോമ്പ് നിർബന്ധമല്ല. അയാൾ നോമ്പെടുത്താൽ അത് സ്വീകാര്യമാവുകയില്ല, കാരണം അയാൾക്ക് നിയ്യത്തില്ല. എന്താണ് തെളിവ്? അബൂദാവൂദ് ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റുഫിഅ അൽ ഖലമു അൻ സലാസ, 3 ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അഥവാ അവരുടെ മേൽ നിർബന്ധമാക്കപ്പെടുന്നില്ല കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ തിന്മയാണെങ്കിൽ എഴുതപ്പെടുന്നില്ല. അതിലൊന്ന് റസൂലുള്ളാഹി പറഞ്ഞത് വ അനിൽ മജ്നൂനി ഹത്താ യഅഖില, ബുദ്ധി വരുന്നത് വരെ ഭ്രാന്തൻ എന്നതാണ്. അപ്പോൾ അവന് നോമ്പ് നിർബന്ധമല്ല എന്നർത്ഥം. മൂന്നാമതായിക്കൊണ്ട് അൽ ബുലൂഗ്, ബുലൂഗ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തൽ. അപ്പോൾ പ്രായപൂർത്തിയെത്താത്ത ഒരു കുട്ടിയുടെ മേൽ നോമ്പ് നിർബന്ധമല്ല. അപ്പോൾ വകതിരിവായ ഒരു കുട്ടി, ശ്രദ്ധിക്കണം, വകതിരിവായ ഒരു കുട്ടി എന്നാൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല, അത്തരത്തിലുള്ള ഒരു കുട്ടി നോമ്പ് നോറ്റാൽ അവൻ്റെ നോമ്പ് സ്വീകാര്യമാണ്, അൽഹംദുലില്ലാ. എന്നാൽ
അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമല്ല. അതാണ് വ്യത്യാസം. അപ്പോൾ നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനയാണ് അൽ ബുലൂഗ്, പ്രായപൂർത്തി എത്തുക എന്നുള്ളത്. എന്താണ് തെളിവ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, 3 ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്ന ഹദീസിൽ ഒരാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ അനിസ്വിബി, കുട്ടിയുടെ മേലും ഹത്താ യഹ്തലിമ, അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ പ്രായപൂർത്തി എത്തിയെന്ന് നമുക്ക് മനസ്സിലാവുക? ശർഇൻ്റെ ഭാഷയിൽ പ്രായപൂർത്തി എത്തി എന്നതിന് ചില അടയാളങ്ങളുണ്ട്. അതിലൊരടയാളം 15 വയസ്സാകുക എന്നുള്ളതാണ്. 15 വയസ്സ് ആകുക. രണ്ടാമത്തൊന്ന് സ്ഖലനം സംഭവിക്കുക എന്നുള്ളതാണ്. ഉറക്കത്തിലോ അല്ലാതെയോ സ്ഖലനം സംഭവിക്കുക, ഇന്ദ്രിയം പുറത്തു വരിക, സ്വപ്നത്തിലൂടെയൊക്കെ സ്ഖലനം സംഭവിക്കുക. മൂന്നാമത്തൊന്ന് ഗുഹ്യഭാഗത്ത് രോമങ്ങൾ മുളക്കുക. ഗുഹ്യഭാഗത്ത് രോമങ്ങൾ മുളക്കുക. ഈ 3ഉം ഒരുമിച്ചുണ്ടാകണമെന്നല്ല, ഈ 3-ൽ ഒന്നുണ്ടായാൽ അവൻ അല്ലെങ്കിൽ അവൾ പ്രായപൂർത്തിയുള്ളവളായി. ഇനി സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പ്രത്യേകമുള്ള ഒന്നാണ് ഹൈള്. അപ്പോൾ ആർത്തവം വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവൾ പ്രായപൂർത്തി എത്തിയവളായി എന്നർത്ഥം. ശരി, ഇനി 4ാമത്തെ നിബന്ധന അൽ ഖുദ്റ. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവുണ്ടായിരിക്കുക. അപ്പോൾ കഴിവുള്ള ആളുടെ മേലാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്. എന്താണ് കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ? നോമ്പ് നോൽക്കാൻ കഴിവുണ്ടാവുക. അപ്പോൾ അശക്തരായവരുടെ മേൽ, ആജിസിൻ്റെ മേൽ നോമ്പ് നിർബന്ധമല്ല. അശക്തരാവുക, കഴിവില്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ 2 രൂപത്തിലാണ്. ഒന്നാമത്തത്, ഒരു കാലത്തും ഇനി നോമ്പ് നോൽക്കാൻ കഴിയാതെ ഇരിക്കുന്ന, അങ്ങനെ ദുർബലത ബാധിച്ച ആളുകൾ. 2, തൽക്കാലം ഈ സമയത്ത് നോമ്പ് നോൽക്കാൻ സാധിക്കുകയില്ല, എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുവാൻ സാധിക്കും, അങ്ങനെയുള്ളവർ. അപ്പോൾ ഒരു വിഭാഗം ഏതാണ്? അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ അല്ലെങ്കിൽ യാത്രക്കാരനായാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, വേറെ ദിവസങ്ങളിൽ അവൻ ആ നോമ്പ് നോൽക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വിഭാഗം, അവർ ഒരു കാലത്തും ഇനി അവർക്ക് നോമ്പ് നോൽക്കുവാൻ കഴിയുകയില്ല എന്ന് വിചാരിക്കുന്നവരാണ്. ഒരു പക്ഷേ വളരെയധികം പ്രായം ആയതിൻ്റെ പേരിലായിരിക്കാം. പ്രായാധിക്യം കൊണ്ട് 80 വയസ്സായി, 90 വയസ്സായി, ഇനി ഈ അശക്തത മാറിപ്പോവുകയില്ല, നോമ്പ് നോൽക്കാൻ സാധിക്കുകയില്ല, അങ്ങനെയുള്ള ആളുകൾ. അതല്ലെങ്കിൽ വലിയ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും വലിയ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ് പോലെയുള്ള, ഇനി അവർക്ക് അവരുടെ മരുന്നുകൾ ഒരിക്കലും നിർത്തുവാൻ സാധിക്കുകയില്ല, അവരുടെ ആ ക്ഷീണം അവർക്ക് മാറിപ്പോവുകയില്ല, അങ്ങനെ ഉള്ള ആളുകൾ. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല. അവരതിനു പകരം പാവപ്പെട്ടവർക്ക്, മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ അലല്ലദീന യുത്വീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. അങ്ങനത്തെ ആളുകൾ മിസ്കീനിന് ഭക്ഷണം നൽകുകയാണ് പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ പണ്ഡിതന്മാരെല്ലാവരും ഒരുപോലെ പറഞ്ഞ നിബന്ധനകളാണ്. ഇനി ചില പണ്ഡിതന്മാർ ഇതിലേക്ക് 2 നിബന്ധനകൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 5ാമത്തെ ഒന്ന് മുഖീമായിരിക്കുക എന്നുള്ളതാണ്. അഥവാ യാത്രക്കാരനല്ലാതിരിക്കുക, നാട്ടിൽ സ്ഥിരതാമസക്കാരനായിരിക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, നിങ്ങളിൽ ഒരാൾ രോഗിയായാൽ അല്ലെങ്കിൽ യാത്രയിലായാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവന് മറ്റ് ദിവസങ്ങളിൽ അത് പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ യാത്രക്കാരനല്ലാതിരിക്കുക, യാത്രക്കാരൻ്റെ മേൽ നോമ്പ് നിർബന്ധമല്ല. 6ാമത്തത് സാലിമും മിൻ മവാനിഅ, തടയപ്പെടുന്ന, നോമ്പ് നോൽക്കുവാൻ തടയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതനാവുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹൈള് പോലെ, നിഫാസ് പോലെ, അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കൽ അനുവദനീയമല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതരാവുക എന്നുള്ളതാണ്. ശരി, അപ്പോൾ നമ്മൾ ഷുറൂത്തു വുജൂബി സിയാം, നോമ്പ് നിർബന്ധമായി തീരാനുള്ള ഷർത്തുകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി നോമ്പ് സ്വീകാര്യമാകുന്നതിനുള്ള നിബന്ധനകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ അത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.